പിണറായിക്കുള്ള ഇൻഡാസ് തയ്യാറാക്കി കൊച്ചിയിലെ ഇ.ഡി. ഓഫീസ്. എത്രയും പെട്ടെന്ന് പിണറായിയെ ചോദ്യം ചെയ്യുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് നീക്കം. അല്ലെങ്കിൽ ഊരിപ്പോകാൻ പണി 18 പയറ്റും കപ്പിത്താൻ. ഡൽഹി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ നിന്ന് തിരക്കിട്ട് നീക്കങ്ങൾ നടത്തിയെന്നാണ് വിവരങ്ങൾ. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ പിണറായിക്ക് ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് കിട്ടിയേക്കും. എരുതിയിൽ നിന്ന് വറചട്ടിയിലേക്ക് വീണ അവസ്ഥയാണ് പിണറായിക്കും മകൾക്കുമുള്ളത്. പിണറായിയെ കൈവിട്ടിരിക്കുകയാണ് CPM നേതാക്കൾ. കർത്തയുടെ മൊഴി പുറത്തായതിന് പിന്നാലെ ഈ വിഷയത്തിൽ ഇടപെടാൻ പോലും മുതിർന്ന നേതാക്കൾ ആരും തയ്യാറായിട്ടില്ല. പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എന്തെങ്കിലും ഒരു ആരോപണം വന്നാൽ പ്രതിരോധിക്കാൻ CPM നേതാക്കൾ ചാടി ഇറങ്ങുമായിരുന്നു. എന്നാൽ ഇനി അത് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം പിണറായിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയക്കും എന്നുള്ള വിവരം പുറത്തു വന്നിട്ട് പോലും അതിനെതിരെ പ്രതികരിക്കാൻ അല്ലെങ്കിൽ 2 വാക്ക് പറയാൻ പോലും ഒരു നേതാക്കളും ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല. മറ്റേത് നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് മെഴുകും. ഇതുകൂടാതെ സോഷ്യൽ മീഡിയയിലും മെഴുകലായിരുന്നു CPMകാർ. എന്നാൽ ഇപ്പോൾ പിണറായിക്ക് വേണ്ടി അത്തരത്തിലുള്ള മെഴുകലുകൾക്കൊന്നും CPMകാർ തയ്യാറാകുന്നില്ല. ചോദ്യം ചെയ്യലിന് പിണറായിയെ കൊച്ചിയിലേക്ക് വിളിപ്പിച്ചു വരുത്തും. അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർ നേരിട്ട് തിരുവനന്തപുരത്തെത്തി ചോദ്യം ചെയ്യും. സാധ്യത കൊച്ചിയിലേക്ക് വിളിപ്പിക്കാൻ തന്നെയാണ്. EDയെ ആക്രമിച്ച പോലത്തെ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ തിരുവനന്തപുരത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ എത്തിയേക്കില്ല. എന്നാൽ പിണറായിയെ കൊച്ചിയിലേക്ക് വിളിപ്പിക്കുമ്പോൾ അവിടെ തടിച്ചുകൂടാനും ED ഓഫീസ് ആക്രമിക്കാനും ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാനും കമ്മികൾ ഇറങ്ങുമോ എന്നുള്ള ചോദ്യവും പരിഹാസവും ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. പക്ഷെ അതിന് ഒരു സാധ്യതയും കാണുന്നില്ല. ഇപ്പോൾ അകത്ത് കിടക്കുന്നവന്മാരുടെ ഗതികേട് കണ്ടതോടെ അണികൾ അന്തം കമ്മികൾ പ്രതിഷേധത്തിന് ഇറങ്ങാൻ സൗകര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. പിണറായി മനക്കോട്ട കെട്ടിയിരിക്കുന്നത് അണികളെ ഇറക്കാം എന്നൊക്കെയായിരുന്നു. അതും ഏകദേശം തേഞ്ഞൊട്ടിയെന്നാണ് ചർച്ചകൾ. ഇപ്പോൾ അകത്ത് കിടക്കുന്നവരെ തിരിഞ്ഞുപോലും നോക്കുന്നില്ല പിണറായി കൂട്ടർ. പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വേണ്ടി ആയിരുന്നല്ലോ ഈ അന്തം കമ്മികൾ ED ഉദ്യോഗസ്ഥരെ പോയി തല്ലിച്ചതച്ച് അകത്ത് കിടക്കുന്നത്. അതായത് വധശ്രമ കേസ്, വധശ്രമ വകുപ്പ് ഉൾപ്പെടെയിട്ടാണ് ഇതിനെയൊക്കെ തൂക്കി അകത്തിട്ടിരിക്കുന്നത്. 10-25 CPMകാരാണ് അകത്ത് കിടക്കുന്നത്. ഇനി 26 എണ്ണത്തെ അറസ്റ്റ് ചെയ്യാനുമുണ്ട്. ഇവരെയൊക്കെ കാത്തിരിക്കുന്നത് വലിയ ദുരിതകാലം തന്നെയാണ്. എന്നിട്ടും മകൾക്ക് വേണ്ടി കൊടിയും പിടിച്ച് പുറത്തേക്കിറങ്ങിയ ഈ കൂട്ടർക്ക് വേണ്ടി ഒരു നിയമ നടപടിക്കും പിണറായി ഇപ്പോൾ തയ്യാറാകുന്നില്ല. അവരെ സംരക്ഷിക്കാനും തയ്യാറാകുന്നില്ല. ഇതോടുകൂടി പിണറായി തേക്കും എന്നറിയാവുന്നത് കൊണ്ട് ഇനി പിണറായിക്ക് വേണ്ടി കൊച്ചിയിലോട്ട് പോയി ED ഉദ്യോഗസ്ഥരെ കൈവയ്ക്കാനൊന്നും അന്തം കമ്മികൾ തയ്യാറാകില്ല. മാത്രമല്ല മുതിർന്ന നേതാക്കൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട് തെറ്റുകാരനല്ല എന്ന് പിണറായി തെളിയിക്കട്ടെ എന്നാണ്. അതിന് അന്വേഷണത്തോട് സഹകരിക്കുക എന്ന് ഒരു കൂട്ടർ നിലപാടെടുത്തതോടെ പിണറായി ആട്ടപടലമാണ് പെട്ടിരിക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്തായിരുന്നു ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയക്കുന്നതെങ്കിൽ ഒരു നേതാക്കളും ഇങ്ങനെ ഒരു ഡയലോഗ് പറയില്ലായിരുന്നു. അവരെല്ലാവരും പിണറായിക്ക് വേണ്ടി മുറവിളി കൂട്ടി രംഗത്തേക്ക് ഇറങ്ങുമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ പാർട്ടിയെ പടുതോൽവിയിലേക്ക് കൊണ്ടെത്തിച്ച് പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന പിണറായിയോട് കൂട്ടത്തിലുള്ളവർക്ക് പോലും ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഇറങ്ങി പോകണം എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിപ്പോൾ ED വന്നിട്ടാണ് സാധ്യമാകുന്നതെങ്കിൽ അങ്ങനെയെന്ന് CPMകാർ തന്നെ കണക്ക് കൂട്ടിയാൽ എന്താണ് ചെയ്യാൻ കഴിയുക? കർത്തയുടെ മൊഴി വന്നതിന് പിന്നാലെ വാർത്താ സമ്മേളനം നടത്താൻ പിണറായി വിജയൻ ചാടി ഇറങ്ങിയത് കേരളം കണ്ടതാണല്ലോ. ഒരു നേതാക്കളും പിണറായിക്ക് വേണ്ടി സംസാരിക്കാൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നില്ല. പിണറായി ഒറ്റയ്ക്ക് നിന്ന് സ്വയം അങ്ങ് മെഴുകുകയായിരുന്നു. ഈ വിഷയത്തിൽ ഇടപെടാൻ താല്പര്യപ്പെടാതെ നേതാക്കൾ ഒഴിഞ്ഞു മാറുന്ന കാഴ്ചയാണ്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്ന പിണറായി വിജയന്റെ ഡയലോഗ് ഉണ്ടല്ലോ, ആ നിലപാടെടുത്തിരിക്കുകയാണ് നേതാക്കൾ എല്ലാവരും. വീണയ്ക്കോ പിണറായിക്കോ വേണ്ടി ആരും തെരുവിലേക്ക് ഇറങ്ങിയേക്കരുതെന്നും ഒരു സംഘം നേതാക്കൾ പറയുമ്പോൾ പാർട്ടിയിലെ പുകച്ചിൽ ഏകദേശം പുറത്തു വന്നിരിക്കുകയാണ്. തന്നെ ചോദ്യം ചെയ്യലിന് ഏത് നിമിഷവും വിളിപ്പിക്കും എന്നുള്ള ഭയം പിണറായിക്ക് ഇപ്പോൾ തന്നെ ഉണ്ട്. കൊച്ചിയിൽ CPMകാർ തടിച്ചുകൂടണം എന്നുള്ളതാണ് പിണറായി ആഗ്രഹിക്കുന്നത്. നേതാവിനെ വേട്ടയാടുന്നു എന്ന പ്രതീതി ഉണ്ടാക്കണം. ആരും പ്രതിഷേധത്തിന് ഇറങ്ങുന്നില്ല എന്നുള്ള ആശങ്ക
കപ്പിത്താനെ ഇപ്പോൾ മനോവിഷമത്തിലാക്കുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലും ഈ CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളിൽ വലിയ രീതിയിലുള്ള ചർച്ചകളൊന്നും നടക്കുന്നില്ല. ഇതിലും വലിയ വേട്ടയാടലുകളൊക്കെ കണ്ടിട്ടുള്ളതാ എന്നുള്ള ഡയലോഗ് അടിച്ചുകൊണ്ട് പിണറായിയുടെ ഫോട്ടോയും വെച്ച് BGM-ഉം ഇട്ട് ആരും പോസ്റ്റുകൾ ഇടാനും തയ്യാറാകുന്നില്ല. CPM-ന്റെ സൈബർ ഗ്രൂപ്പുകളും ചത്തുകുത്തി കിടക്കുന്ന അവസ്ഥയാണ്. ഈ ഒരു കാഴ്ച കാണുന്നത് വല്ലാതെ പിണറായി അങ്ങ് വെപ്രാളം പിടിപ്പിക്കുന്നുണ്ട്. 10 വർഷം, ഒന്നും രണ്ടും ഒന്നുമല്ല, 10 വർഷം അധികാരത്തിന്റെ തണലിൽ മതിച്ചു പുളച്ച ഒരു മനുഷ്യൻ. അതിനു മുൻപ് 16 വർഷക്കാലം പാർട്ടി സെക്രട്ടറി കസേരയിലിരുന്ന് പാർട്ടിയെ അടക്കി ഭരിച്ചിരുന്ന ഒരാൾ. പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോൾ നാടിനെ അടക്കി ഭരിക്കാൻ എല്ലാ കളിയും പുറത്തെടുത്ത ഒരാൾ. അങ്ങനെ ഒരാൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ പോയി ഇരിക്കുക, അവരുടെ ചോദ്യത്തിന് മറുപടി പറയുക, മാധ്യമങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരിക, ഇതൊന്നും ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം 10 വർഷക്കാലം ചോദ്യം ചെയ്യപ്പെടാതെ കേന്ദ്ര ഏജൻസികൾ പലതവണ വന്നപ്പോഴും തൊടാൻ കഴിയാതെ മടങ്ങിപ്പോയത് നമ്മൾ കണ്ടതാണല്ലോ. അന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന പവർ ഉണ്ടായിരുന്നു, ഇന്ന് അതില്ല. ചോദ്യം ചെയ്യലിന് ചെന്നിരിക്കേണ്ടി വരും. വല്ലാത്ത ക്ഷീണമാണ് കപ്പിത്താനെ സംബന്ധിച്ചിടത്തോളം. പിണറായി വിജയനുമായുള്ള അടുപ്പമാണ് വീണയ്ക്ക് പണം നൽകിയതിന് കാരണം എന്നാണ് കർത്ത മൊഴി നൽകിയിരിക്കുന്നത്. അന്വേഷണം നേരെ പിണറായിലേക്ക് തന്നെയാണ്, ഒരു സംശയവുമില്ല. 10 മണിക്കൂറോളം വെച്ചായിരുന്നു വീണയെ 2 തവണ ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. പിണറായിയെ കയ്യിൽ കിട്ടിയാൽ മണിക്കൂറുകൾ എടുത്തിട്ട് കുടയും. അത്ര സമയമൊന്നും ഒരു അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ കുത്തിയിരിക്കാൻ പിണറായിയുടെ ഈഗോ അനുവദിക്കില്ല. പക്ഷേ ഇരുന്നേ മതിയാകൂ എന്നുള്ള ഘട്ടം വന്നാൽ അതിനെ പിണറായി എങ്ങനെ നേരിടും?